ഹായ് ഡിയേഴ്സ്, ഫാമിലി ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചീരയും പരിപ്പും നമ്മളിങ്ങനെ കറി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ചീര നമുക്കറിയാം ഏതാണ്ട് മൂപ്പ് എത്തുന്ന തണ്ടോട് കൂടെ മുറിച്ചെടുക്കാം. അതിനുശേഷം അത് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ 2 സ്പൂണ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പിട്ട് ഒന്നുകൂടി ടേസ്റ്റിയാണ്. പരിപ്പ് നന്നായിട്ട് കഴുകുക. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് നമ്മളത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. പിന്നെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പകുതി തേങ്ങയുടെ പകുതി നമ്മുടെ തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നുള്ളത് 2 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം. അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഓരോ പരിപ്പും ഓരോ രീതിയിലാണ് വേവ്. അപ്പോൾ നമ്മുടെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഏതാണ്ട് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതുപോലെ തന്നെ അത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 3-4 മിനിറ്റ് വെന്താൽ മതിയാവും. ഇലക്കറികളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മളെ തണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഇത്രയും സമയം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അപ്പോൾ ആ ഒരു പാകത്തിന് മീഡിയം ഇതിൽ നമ്മൾ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കിനും ഏതാണ്ട് വേവായിട്ടുണ്ടാകും. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആ തേങ്ങയ്ക്കൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഏതാണ്ട് ഇങ്ങനെ ബബിൾസ് വരും, അല്ലെങ്കിൽ ആവി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിടുക. ഇലക്കറിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് അധികമാവും. അപ്പോൾ ആവശ്യമുള്ള അനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഏതാണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ചെറിയുള്ളി ചെറിയതാക്കി അരിഞ്ഞെടുത്ത് നമ്മളത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏതാണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.